വയനാട്ടിൽ അതുപോലെ മലയോര മേഖലയിൽ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കേണ്ട സർക്കാർ അതിൽ ദയനീയമായി പരാജയപ്പെട്ടപ്പോൾ മനുഷ്യൻ വന്യമൃഗങ്ങൾക്ക് മുമ്പിൽ ഗുരുതരമായ രീതിയിൽ കൊല ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ പ്രതിഷേധിച്ച ജനങ്ങൾക്കെതിരെ കേസെടുത്തത് അത് സർക്കാരിന്റെ അടിച്ചമർത്തൽ നയവും ഒരു നീതീകരണവുമില്ലാത്ത നടപടിയാണ്. 5 കേസുകൾ എടുത്തു. അതിൽ ഒരു കേസ് ജനപ്രതിനിധികളെ ആക്രമിച്ചതുമായി ബന്ധപ്പെട്ടാണെന്ന് ഇന്ന് കാലത്ത് അറിയാൻ സാധിച്ചു. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പരാതിയും ജനപ്രതിനിധികളായ ഞാനും ശ്രീ IC ബാലകൃഷ്ണൻ MLA-യും അവിടെ ഉണ്ടായിരുന്ന ത്രിതല പഞ്ചായത്ത് പ്രതിനിധികളും ആരും തന്നെ പരാതി നൽകിയിട്ടില്ല. മാത്രമല്ല, ഞങ്ങൾക്ക് ഇത് സംബന്ധിച്ച് പരാതിയില്ല എന്ന് ഞങ്ങൾ പൊതുസമൂഹത്തിന് മുമ്പിൽ, പത്രമാധ്യമങ്ങൾക്ക് മുമ്പിലും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാരെയും അറിയിച്ചതാണ്. അറിയിച്ചതിന് ശേഷവും ഒരു പരാതി പോലും നൽകാതെ, പരാതിയില്ലെന്നറിയിച്ചതിന് ശേഷവും പോലീസ് കേസെടുത്തിരിക്കുന്നത് ജനങ്ങളെ മേലെ ഇത് സംബന്ധിച്ച് കുതിര കയറാൻ, അടിച്ചമർത്താൻ, MLA-മാരെ ഉപകരണമാക്കാനുള്ള ശ്രമമാണ്. ഈ ശ്രമം ഒരു കാരണവശാലും അംഗീകരിക്കാൻ സാധിക്കില്ല. ഞാൻ ഇന്ന് കാലത്ത് ബഹുമാനപ്പെട്ട SP-യെ ഇത് സംബന്ധിച്ച് വിളിച്ച് പരാതി പറയുകയും ഈ കേസ് മാത്രമല്ല, മലയോര മേഖലയിൽ എടുത്തതായിരിക്കുന്ന കേസുകൾ ഒഴിവാക്കണം എന്നുള്ള ഡിമാൻഡ് ഉൾപ്പെടെ പോലീസിന്റെ മുമ്പിലും സർക്കാരിന്റെ മുമ്പിലും വെക്കുകയാണ്. പരാതിയില്ലെന്ന് പറഞ്ഞ കേസിൽ പിന്നെ ആർക്കാണ് നൊന്തതെന്ന് ആഭ്യന്തര വകുപ്പ് പറയണം. പുൽപ്പള്ളിയിൽ കേസെടുത്തിരിക്കുന്നത് ഒരു പ്രത്യേകമായിട്ടുള്ള ലക്ഷ്യം വെച്ചുകൊണ്ടാണ്. ആ ലക്ഷ്യം വനം മന്ത്രിക്ക് വയനാട് സന്ദർശിക്കാൻ, ഇതുവരെ തിരിഞ്ഞു നോക്കാത്ത വനം മന്ത്രിക്ക് വയനാട് സന്ദർശിക്കാൻ ജനങ്ങളെ ഭീതിപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഈ കേസെടുത്തിരിക്കുന്നത്. മാനന്തവാടിയിലും പുൽപ്പള്ളിയിലും നടന്നത് അനുഭവിക്കുന്ന ജനതയുടെ സ്വാഭാവികമായിട്ടുള്ള പ്രതിഷേധമാണ്. സാമൂഹ്യ ജീവിതം പാടെ തകർന്ന ഒരു ജില്ലയാണ് വയനാട് ജില്ല, മലയോര മേഖല. രാവിലെ 25,000-ലധികം ക്ഷീര കർഷകർ വയനാട്ടിലുണ്ട്. അവർ കാലത്ത് 4 മണിക്ക് എഴുന്നേറ്റ് അവർ പശുവിന് വെള്ളം കൊടുക്കാനും പാല് കറക്കാനും അവർ പോകും. ഇന്ന് പുറത്തിറങ്ങാൻ കഴിയാത്ത സാഹചര്യം. കുട്ടികൾക്ക് ട്യൂഷനും സ്കൂളുകളിലും പോകാൻ കാലത്തും വൈകുന്നേരങ്ങളിലും ഗുരുതരമായിട്ടുള്ള ബുദ്ധിമുട്ട് നേരിടുക. ഏത് സമയത്തും വന്യമൃഗങ്ങൾ നാട്ടിൽ ആക്രമിക്കപ്പെടും എന്നുള്ളതാണ് സാഹചര്യം. ചിലർ പറയുന്നുണ്ട് മനുഷ്യനും മൃഗങ്ങളും തമ്മിലുള്ള സംഘടനമാണ്. അല്ല, വയനാട്ടിലും മലയോര മേഖലകളിലും നടക്കുന്നത്
ഏകപക്ഷീയമായിട്ടുള്ള വന്യമൃഗ ആക്രമണം. ഇത് നടക്കുന്നത് മനുഷ്യവാസ മേഖലകളിലാണ്. ഈ ആക്രമണം നടക്കുന്നതിൽ 90% നടക്കുന്നത് മനുഷ്യവാസ മേഖലകളിലും കാർഷിക മേഖലകളിലുമാണ്, കാട്ടിലല്ല. ഇതിൽ കേരളത്തിൽ വന്യമൃഗ ആക്രമണങ്ങളിൽ ഒരു ചെറിയ സമയത്തിനകം മരിച്ചത് 909 ആളുകളാണ്. അസംബ്ലിയിലെ മറുപടിയാണ്. വയനാട് ജില്ലയിൽ മാത്രം ഒരു ചെറിയ സമയപരിധിക്കകം മരിച്ചത് 54 ആളുകളാണ്. 2 ആഴ്ചക്കിടെ മരിച്ചത് ഒരു ചെറിയ ഒരു മാസക്കാലത്തിനിടയിൽ മരിക്കുന്നത് 4 ആളുകളാണ്. എന്റെ നിയോജക മണ്ഡലമായിട്ടുള്ള കൽപ്പറ്റയിൽ, മേപ്പാടിയിൽ കാട്ടാന ആക്രമണത്തിൽ മാത്രം 5 ആളുകൾ മരിച്ചു. അവസാനത്തെ ആളാണ് ശ്രീ കുഞ്ഞവറ. സർക്കാരിന്റെ മന്ത്രിതല ഉപസമിതി നാളെ വയനാട് സന്ദർശിക്കുന്നു. ആ മന്ത്രിതല ഉപസമിതി വയനാട് സന്ദർശിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ പ്രാധാന്യത്തോടു കൂടി 1-2 കാര്യങ്ങൾ പറയുന്നു. പ്രജീഷ് എന്ന് പറയുന്ന 36 വയസ്സുള്ള ചെറുപ്പക്കാരനെ, ഞാൻ ആ ചെറുപ്പക്കാരൻ മരിച്ചെങ്കിലും, വേദനിക്കുന്ന മരണം സംഭവിച്ചെങ്കിലും, ഞാൻ ആ ചെറുപ്പക്കാരനെ ഓർത്ത് അഭിമാനിക്കുന്നു. എന്തുകൊണ്ട്? 36-ാമത്തെ വയസ്സിലും പുല്ലരിയാൻ തന്റെ ജീവനോപാധിയായിട്ടുള്ള ക്ഷീരകാർഷിക മേഖലയിൽ പശുവിന് പുല്ലരിയാൻ പോയപ്പോഴാണ്, കാട്ടിലല്ല, പുല്ലരിയാൻ പോയപ്പോഴാണ് ആ 36 വയസ്സുള്ള ചെറുപ്പക്കാരൻ കടുവ പിടിച്ച് 80 മീറ്റർ അപ്പുറത്തേക്ക് വലിച്ചു കൊണ്ടുപോയി പച്ചയായി ഭക്ഷിച്ചത്. ഞാൻ ചോദിക്കുന്നു, വയനാട് ജില്ലയുടെ, ഞാൻ ഉൾപ്പെടുന്ന വയനാട് ജില്ലയുടെ ചുമതലയുള്ള മന്ത്രിയാണ് ബഹുമാന്യനായ വനം മന്ത്രി ശ്രീ AK ശശീന്ദ്രൻ. അദ്ദേഹം ആ മരണത്തിന് ശേഷവും പലതവണ വയനാട്ടിൽ വന്നു. ആ വീട്ടിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല. ചാലിക്കത്ത അജീഷ് തൊട്ടടുത്തുള്ള വീട്ടുമുറ്റത്ത് വെച്ചുകൊണ്ട് കാട്ടാന ആക്രമണത്തിൽ മൃഗീയമായി കൊല്ലപ്പെട്ടു. ആ വീട്ടിൽ ഇതുവരെ വനം മന്ത്രി വന്നിട്ടില്ല. തോൽപ്പെട്ടിയിലെ ലക്ഷ്മണൻ എന്ന് പറയുന്ന ആദിവാസിയെ കാട്ടാന കൊന്നിട്ട് 1 മാസമായിട്ടില്ല. അവിടേക്ക് വനം മന്ത്രി വന്നിട്ടില്ല. മേപ്പാടിയിലെ കുഞ്ഞവറ മരിച്ചപ്പോഴും വന്നില്ല. ഇപ്പോ ശ്രീ പോൾ, ഫോറസ്റ്റ് ജീവനക്കാരനാണ്, ഗൈഡാണ്, അദ്ദേഹവും കാട്ടാന ആക്രമണത്തിൽ മരിച്ചു. മന്ത്രിയുടെ സന്ദർശനവും സംസാരവും ഉണ്ടായിട്ടില്ല. എന്തിനാണ് മന്ത്രിസഭാ ഉപസമിതി വരുന്നത് എന്ന് ചോദിച്ചാൽ, വനം മന്ത്രിക്ക് പോകാൻ കൂട്ടിരിക്കുന്നതിന് വേണ്ടിയാണ് മന്ത്രിസഭാ ഉപസമിതി വരുന്നത്. വരേണ്ടത് ആരാണ്? വരേണ്ടത് മുഖ്യമന്ത്രിയാണ്. വയനാട്ടിൽ വരേണ്ടത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ്. വയനാട്ടിലെ ജനതയുടെ വികാരങ്ങൾ മനസ്സിലാക്കാൻ, ഇത് ശാശ്വതമായ പരിഹാരം കാണാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നേരിട്ട് വയനാട് സന്ദർശിക്കണം. അല്ലാതെ തിരിഞ്ഞു നോക്കാത്ത വനം മന്ത്രിക്ക് കൂടെ സഞ്ചരിക്കാൻ മന്ത്രിമാരെ അയക്കുന്ന നടപടി ഒരു കാരണവശാലും ഭൂഷണമല്ല. ഞാൻ ഈ മന്ത്രിസഭാ ഉപസമിതിയോട് ഒരു ചോദ്യം ചോദിക്കുന്നു. മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ നടന്ന യോഗത്തിൽ എടുക്കാത്ത, വനം മന്ത്രിയുടെ സാന്നിധ്യത്തിൽ
ഞാൻ ഉൾപ്പെടെ നിരവധി യോഗങ്ങൾ നടത്തി. അസംബ്ലിയിൽ ചോദ്യം ചോദിച്ചു, അസംബ്ലിയിൽ അടിയന്തര പ്രമേയം നടത്തി, അസംബ്ലിയിൽ സബ്മിഷനും കോളിംഗ് അറ്റൻഷനും നടത്തി. കത്ത് മുഖാന്തരം ഞങ്ങൾ പറയാത്ത, മുഖ്യമന്ത്രിയുടെ മീറ്റിംഗിൽ ഞങ്ങൾ ആവശ്യപ്പെടാത്ത ഏത് കാര്യമാണ് നിങ്ങൾ ചർച്ച ചെയ്യാൻ പോകുന്നത്? എന്തിനാ ചർച്ച? വയനാടിന് വേണ്ടത് ചർച്ചയല്ല, വയനാടിന് വേണ്ടത് എടുത്ത നടപടികളുടെ ഇംപ്ലിമെന്റേഷൻ ആണ് വയനാട്ടിൽ വേണ്ടത്. മലയോര മേഖലയിൽ വേണ്ടത് ഈ ഇംപ്ലിമെന്റേഷനാണ്. അതിന് നേതൃത്വം കൊടുക്കുന്നതിന് പകരം ജനങ്ങളെ കണ്ണിൽ പൊടിയിടാനുള്ളതായിരിക്കുന്ന ചർച്ച ഒരു കാരണവശാലും വയനാട് ജില്ലയിലെ ജനം അംഗീകരിക്കില്ല. ബഹുമാനപ്പെട്ട വനം മന്ത്രിയെ വനം വകുപ്പിന്റെ ചുമതലയിൽ നിന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അടിയന്തരമായി മാറ്റണം. വയനാട് ജില്ലയുടെ ചുമതലയുമായി മുന്നോട്ട് പോകാൻ അദ്ദേഹത്തെ ഇനി അനുവദിക്കുന്ന പ്രശ്നമില്ല. ഒരു കാരണവശാലും ശരിയല്ല. അദ്ദേഹത്തെ ഉൾക്കൊണ്ടു പോകാൻ പറ്റില്ല. അദ്ദേഹം അസംബ്ലിയിൽ പറഞ്ഞത്, ഞാൻ കാടിന്റെയും വന്യമൃഗത്തിന്റെ സംരക്ഷണത്തിന്റെയും മന്ത്രിയാണെന്ന്. ശരിയാണ്. കാടിന്റെ സംരക്ഷണവും വന്യമൃഗങ്ങളുടെ സംരക്ഷണവും കാട്ടിൽ മതി, അത് നാട്ടിൽ നടപ്പിലാക്കാൻ സമ്മതിക്കില്ല. നാട്ടിലേക്ക് ഇറങ്ങാം. വയനാടിന്റെ സാമൂഹ്യ ജീവിതക്രമത്തെ വന്യമൃഗ ആക്രമണം മലയോര മേഖലയെയും തകർത്തിട്ടുണ്ട്. ഗുരുതരമായ സാഹചര്യമാണ്. ഞാൻ വെറുതെ പറയുന്നതല്ല. നിങ്ങൾ ആലോചിച്ച് നോക്കണം. കണ്ണൂർ ജില്ലയിൽ ഞങ്ങൾ കഴിഞ്ഞ ദിവസം സമരാഗ്നിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജാഥയിൽ ഞങ്ങൾ വന്യമൃഗ ആക്രമണത്തിൽ മരിച്ചതായ ആളുകളുടെ കുടുംബങ്ങളെ കണ്ടു. അതിൽ ഒരു ഭർത്താവ് മരിച്ച വിധവ വന്നുകൊണ്ട് പറഞ്ഞത്, കാലത്ത് ഞങ്ങൾ ചർച്ചിൽ പ്രാർത്ഥിക്കാൻ പോകുന്ന വഴിക്കാണ് ബൈക്കിൽ പോകുമ്പോൾ എന്റെ കണ്ണിന്റെ മുമ്പിൽ വെച്ചുകൊണ്ടാണ് ഭർത്താവിനെ ആന കൊലപ്പെടുത്തിയത്. ചാരികത്ത അജീഷ് കാട്ടാന ആക്രമണത്തിൽ കൊല ചെയ്യപ്പെടുന്നത് 2 തൊഴിലാളികളെ വിളിക്കാൻ പോയപ്പോഴാണ്. അദ്ദേഹം ഒരു ട്രാക്ടർ ഡ്രൈവറാണ്. അദ്ദേഹം പുല്ലരിയുന്ന ഒരു കർഷകനാണ്, യന്ത്രം ഉപയോഗിച്ച്. ഈ പോള് മരിക്കുന്നത് ഗൈഡിന്റെ പ്രവർത്തനം വാഹനം തിരിച്ചുവിടുന്ന സമയത്താണ്. ലക്ഷ്മണൻ മരിക്കുന്നത് എസ്റ്റേറ്റിൽ ജോലി ചെയ്യുമ്പോഴാണ്. കുഞ്ഞവറാൻ മരിക്കുന്നത് കാലത്ത് എസ്റ്റേറ്റിലെ തൊഴിലാളിയായി തൊഴിൽ പോകുമ്പോഴാണ്. തങ്കച്ചൻ മരിക്കുന്നത് സ്വന്തം എസ്റ്റേറ്റിലാണ്. എങ്ങനെ വയനാട്ടിൽ സാമൂഹ്യ ജീവിതം നടക്കും? മനുഷ്യൻ ഏത് സമയത്തും ആക്രമിക്കപ്പെടുന്ന ഗുരുതര സാഹചര്യം. ഇനി ഒരു കാര്യം കൂടെ പറയാം. ഒരു മെഡിക്കൽ കോളേജ് ശ്രീ ഉമ്മൻചാണ്ടി തറക്കല്ലിട്ട് ഫണ്ട് വെച്ച് മുന്നോട്ട് പോയപ്പോ ആ മെഡിക്കൽ കോളേജ് അവിടെ നിന്ന് മാറ്റി ജില്ലാ ആശുപത്രിയുടെ ബോർഡ് മെഡിക്കൽ കോളേജാക്കി മാറ്റി. പോളിന്റെ മരണത്തിന്റെ 1-ാം പ്രതി ഈ സംസ്ഥാന സർക്കാരാണ്. കാരണം കാലത്ത് സംഭവിച്ചതായ ഈ ദുരന്തം അദ്ദേഹം മരണത്തിന് കിടങ്ങുന്നത് വൈകുന്നേരമാണ്. മണിക്കൂറുകളാണ് എയർ ആംബുലൻസിന്റെ പേരിൽ, ചികിത്സയുടെ പേരിൽ മാനന്തവാടി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചെലവഴിച്ചത്. അത് ഒരു മനുഷ്യന്റെ ജീവനെ സംബന്ധിച്ച് ഗോൾഡൻ ഹവറാണ്. അയാളുടെ ജീവനെ സംബന്ധിച്ച് ഗോൾഡൻ ഹവറാണ്. ആ സമയം നഷ്ടപ്പെടുത്തിയത് ഗുരുതരമായ അസുഖം വന്നാൽ മുഴുവൻ രോഗികളെയും റഫർ ചെയ്യുന്ന ആശുപത്രിയാണ് വയനാട്ടിലെ മെഡിക്കൽ കോളേജ്. ആരാണ് അതിന്റെ പ്രതി? ആരാണ് അതിന്റെ ഉത്തരവാദി? ഞാൻ 3 വർഷമായി വനമന്ത്രിയുടെ പറയിൽ ഒരൊറ്റ കാര്യത്തിന് വേണ്ടി ഞാൻ നടക്കുകയാണ്. ഒരു കാര്യത്തിന്, നിരവധി കാര്യം പറഞ്ഞു, ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. ഒരൊറ്റ കാര്യത്തിന് ഞാൻ കത്ത് കൊടുത്തു. ഞാൻ അസംബ്ലിയിൽ ആവശ്യപ്പെട്ടു. മന്ത്രിയുടെ നിരവധി യോഗത്തിൽ ഞാൻ ആവശ്യപ്പെട്ടു.
ഈ കഴിഞ്ഞ തവണയും അസംബ്ലിയിൽ ആവശ്യപ്പെട്ടു, മുഖ്യമന്ത്രിയുടെ യോഗത്തിൽ ഞാൻ ആവശ്യപ്പെട്ടു. ആ ആവശ്യം സ്വകാര്യ ആശുപത്രികളിലും പ്രീമിയർ ആശുപത്രികളിലും വന്യമൃഗ ആക്രമണത്തിൽ പരിക്കേറ്റവരെ ചികിത്സിക്കാനുള്ള സൗകര്യം ഉണ്ടാകണം, അതിന്റെ ബാധ്യത സർക്കാർ ഏറ്റെടുക്കണമെന്നുള്ളതാണ്. ഈ മന്ത്രി ഇതുവരെ ഒരനക്കം അനങ്ങിയില്ല. ആ തീരുമാനം നിങ്ങൾ നേരത്തെ എടുത്തിരുന്നുവെങ്കിൽ ഈ പോളിനെയുമായി വയനാട് വിംസ് ആശുപത്രിയിലേക്ക് പോകാമായിരുന്നു. വയനാട്ടിലുള്ള ടെർഷ്യറി മെഡിക്കൽ കോളേജാണ്. അവിടേക്ക് പോകാൻ തടസ്സമായി നിന്നത് കുടുംബത്തിന്റെ സാമ്പത്തിക പ്രയാസമാണ്. അത് സർക്കാർ ഏറ്റെടുക്കാൻ നേരത്തെ ഒരു ജിയോ ഇറക്കിയിരുന്നുവെങ്കിൽ പലരുടെയും ജീവൻ രക്ഷിക്കാമായിരുന്നു. നിസ്സംഗതയാണ് ഈ സർക്കാർ നടത്തുന്ന മുഖമുദ്ര. ഇതിനെതിരായി ജനങ്ങൾ കടുത്ത പ്രതിഷേധവുമായി മുന്നോട്ട് പോകുന്ന സന്ദർഭമാണ് ഞങ്ങൾക്കെതിരെ പുൽപ്പള്ളിയിൽ ഉണ്ടായിട്ടുള്ളത്. ആ സ്വാഭാവികമായിട്ടുള്ള പ്രതിഷേധത്തിന്റെ ഭാഗമാണ്. അത് സഹിക്കേണ്ടതും കേൾക്കേണ്ടതും ഞങ്ങളുടെ ഉത്തരവാദിത്വവും ബാധ്യതയുമാണ്. ആ ഉത്തരവാദിത്വവും ബാധ്യതയും നിർവഹിക്കുന്നതിന് പകരം കേസെടുത്ത് അടിച്ചമർത്താനുള്ള ശ്രമം ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ല. മലയോര ജനതയ്ക്ക് എതിരെ എടുത്ത കേസുകൾ സർക്കാർ അടിയന്തരമായി പിൻവലിക്കണം, ഒഴിവാക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കണം. പരാതി തരാതെ MLA-മാരുടെ ചെലവിൽ ജനങ്ങൾക്കെതിരെ കേസെടുക്കാൻ അനുവദിക്കുന്ന പ്രശ്നമില്ല. അതിൽ തെളിവ് നൽകാനും തയ്യാറല്ല. ഈ വിഷയത്തിൽ കേസുമായി സഹകരിക്കാനും ഞങ്ങൾ തയ്യാറല്ല. ഇനി ഒരൊറ്റ കാര്യം കൂടെ പറയുന്നു. ശ്രീ രാഹുൽ ഗാന്ധി ഇന്നലെ ഭാരത് ജോഡോ ന്യായ് യാത്ര അദ്ദേഹം നിർത്തിവെച്ച് അദ്ദേഹം ഇന്നലെ വയനാട്ടിലെത്തുകയുണ്ടായി. വയനാട്ടിലെത്തി അദ്ദേഹം ചാലിക്കത്ത് അജീഷിന്റെ വീട്, അതുപോലെ പ്രജീഷ് കടുവ ആക്രമിച്ച് കൊലപ്പെടുത്തിയ പ്രജീഷിന്റെ വീട്, കഴിഞ്ഞ ദിവസം മരിച്ചതായ പോളിന്റെ വീട് സന്ദർശിച്ചു. അതിനുശേഷം ജില്ലാ കലക്ടർ, DFOമാർ, ഉന്നത ഉദ്യോഗസ്ഥന്മാരുടെ യോഗം വയനാട് PWD റെസ്റ്റ് ഹൗസിൽ രാഹുൽ ഗാന്ധി വിളിച്ചു ചേർന്നു. ആ യോഗത്തിൽ വെച്ച് നേരിട്ട് പോകാൻ സാധിക്കാത്തതായ കുടുംബങ്ങളെ അദ്ദേഹം അവിടെ വെച്ചുകൊണ്ട് കണ്ടു, സംസാരിച്ചു. അതിൽ അദ്ദേഹം എടുത്തതായിരിക്കുന്ന നടപടികൾ, അതിന്റെ കുറിപ്പ് നിങ്ങൾക്ക് ഇവിടെ വെച്ചുകൊണ്ട് കൈമാറും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വന്യമൃഗ ആക്രമണത്തിൽ, കാട്ടാനയുടെ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ശരത്, ആ ശരത്തിന്റെ ചികിത്സ മുന്നോട്ട് കൊണ്ടുപോകാൻ 50,000 രൂപ അടിയന്തരമായി നൽകാൻ അദ്ദേഹം പാർട്ടിയോട് നിർദ്ദേശിച്ചു. ആ പണം അടിയന്തരമായി നൽകുകയാണ്. മറ്റൊന്ന്, കാട്ടാന ആക്രമണത്തിൽ കഴിഞ്ഞ ജനുവരി 31 ജീവൻ നഷ്ടപ്പെട്ട തോൽപ്പെട്ടി എസ്റ്റേറ്റിലെ ലക്ഷ്മണൻ, അദ്ദേഹം ഒരു ആദിവാസിയാണ്. അദ്ദേഹത്തിന്റെ സഹോദരിയെയും കുടുംബങ്ങളെയും രാഹുൽ ഗാന്ധി ഇന്നലെ സംസാരിച്ചു. ഒരു നയാ പൈസ ഇതുവരെ ആ കുടുംബത്തിന് കൊടുത്തിട്ടില്ല. കാട്ടാന ആക്രമണത്തിൽ മരിച്ചതാണ്. കലക്ടറോട് അടിയന്തരമായി ഇടപെട്ട് ആ കുടുംബത്തിന് സാമ്പത്തിക സഹായം കൊടുക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കാൻ നിർദ്ദേശം കൊടുത്തു. മറ്റൊന്ന്, കാട്ടാനയുടെ ആക്രമണത്തിൽ കഴിഞ്ഞ ദിവസം മരിച്ച പുൽപ്പള്ളിയിലെ പാക്കത്തെ പോളിന്റെ കുടുംബത്തെ സന്ദർശിച്ചു. ആ മകൾ, അമ്മ പറഞ്ഞ പ്രധാനപ്പെട്ട ആവശ്യം, ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ബ്രെഡ് വിന്നറാണ് അച്ഛനാണ് പോയത്. ഞങ്ങൾക്ക് ആകെയുള്ള ഒരു ഇടം ഈ വീടാണ്. വീടിന്റെ പണി പാതി വഴിയിലാണ്. അത് ഏറ്റെടുക്കണം എന്ന് രാഹുൽ ഗാന്ധിയോട് പറഞ്ഞു. അത് ഏറ്റെടുക്കാൻ രാഹുൽ ഗാന്ധി തീരുമാനിച്ചു. അതിന്റെ നിർമ്മാണം പൂർത്തീകരിക്കാനുള്ള ഉത്തരവാദിത്തം ഏൽപ്പിച്ചിട്ടുണ്ട്. അത് നിർവഹിക്കും. മറ്റൊന്ന്, കാട്ടാന ആക്രമണത്തിൽ മരിച്ചതായിരിക്കുന്ന കുഞ്ഞവറാൻ, മേപ്പാടിയിലെ കുഞ്ഞവറാൻ, അദ്ദേഹത്തിന് വീടും സ്ഥലവുമില്ലായിരുന്നു. ബഹുമാനപ്പെട്ട ശ്രീ ബോബി ചെമ്മണൂർ, പ്രിയപ്പെട്ട ബോബി ചെമ്മണൂരിനോട് എന്റെ നിയോജക മണ്ഡലമായതുകൊണ്ട് ഞാൻ വ്യക്തിപരമായി പോയി അഭ്യർത്ഥിച്ചതിന്റെ അടിസ്ഥാനത്തിൽ
അദ്ദേഹത്തിന് വീട് വെക്കാനുള്ള സ്ഥലം ശ്രീ ബോബി ചെമ്മണൂർ കഴിഞ്ഞ ദിവസം രേഖയടക്കം കൈമാറി. അദ്ദേഹത്തോടുള്ള നന്ദി ഈ സമയത്ത് പ്രകടിപ്പിക്കുന്നു. ബോബി ചെമ്മണൂർ നൽകിയ സ്ഥലത്ത് രാഹുൽ ഗാന്ധിയുടെ കൈത്താങ് പദ്ധതിയിൽ ആ കുടുംബത്തിന് വീട് വെച്ചു കൊടുക്കാനുള്ള നടപടി രാഹുൽ ഗാന്ധി സ്വീകരിക്കും. മറ്റൊന്ന്, കടുവയുടെ ആക്രമണത്തിൽ കൊല ചെയ്യപ്പെട്ട പ്രജീഷിന്റെ വീട് രാഹുൽ ഗാന്ധി സന്ദർശിച്ചു. അവിടെ നിന്ന് 2-3 പ്രധാന ആവശ്യങ്ങൾ വന്നു. ഒന്ന്, 3.5 കിലോമീറ്റർ റോഡ് അവർക്ക് സഞ്ചാരയോഗ്യമാക്കണം എന്നുള്ളതാണ്. അത് ഇന്നലെ തന്നെ മീറ്റിംഗിൽ വെച്ചുകൊണ്ട് ജില്ലാ പഞ്ചായത്തിനെ ഏൽപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് അടിയന്തരമായി ആ റോഡ് നന്നാക്കാനുള്ള 18 ലക്ഷം രൂപ ഇമ്മീഡിയറ്റ് ആയി ജില്ലാ പഞ്ചായത്ത് വെച്ചു. ആ റോഡ് പൂർത്തീകരിക്കും. മറ്റൊന്ന്, വെള്ളമുണ്ട പുളിഞ്ഞാലിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ മരിച്ചതായിരിക്കുന്ന തങ്കച്ചന്റെ കുടുംബമാണ്. ആ തങ്കച്ചന്റെ കുടുംബത്തിന് ജോലി നൽകാം എന്നുള്ളത് നേരത്തെ ഉറപ്പ് കൊടുത്തതാണ്. ആ ഉറപ്പ് ഒരിടത്തും പാലിക്കപ്പെട്ടിട്ടില്ല. ഇതുൾപ്പെടെയുള്ള ഉറപ്പ് 2 ആഴ്ചക്കകം പാലിക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനം ആ മീറ്റിംഗിൽ എടുത്തിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ചാലിക്കത്ത അജീഷിന്റെ വീട്ടിൽ പോയപ്പോ മകളും ഭാര്യയും അച്ഛനും പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം, കർണാടകയിലെ ആനയാണ് കോളർ ധരിച്ചതായിരിക്കും, റേഡിയോ കോളർ ധരിച്ച ആനയാണ് ആക്രമിച്ചത്. അതുകൊണ്ട് കർണാടകയുമായി സംസാരിക്കാനും സാമ്പത്തിക സഹായം കിട്ടുമോ എന്ന് നോക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇന്നലെ കാലത്ത് ആ കുടുംബം നിവേദനം കൊടുത്തു. ആ നിവേദനം ബേലൂർ മഗ്ന എന്ന് പറയുന്ന 2023 കർണാടകയിലെ ഹാസനിൽ പിടിച്ചതായിരിക്കുന്ന റേഡിയോ കോളർ ധരിപ്പിച്ച ആനയാണ്. ആ വിഷയം കർണാടക ഗവൺമെന്റുമായി രാഹുൽ ഗാന്ധി ബന്ധപ്പെട്ടു. ആ കുടുംബത്തിന് 15 ലക്ഷം രൂപ കൊടുക്കാൻ രാഹുൽ ഗാന്ധിയുടെ ഇടപെടലിലൂടെ കർണാടക സർക്കാർ തീരുമാനിച്ചു. വയനാട് ഒരു ട്രൈ ജംഗ്ഷനാണ്. ഒരു ഭാഗത്ത് തമിഴ്നാട്, ഒരു ഭാഗത്ത് കർണാടക, ഒരു ഭാഗത്ത് വയനാട് ജില്ല, കേരളം. അതില് നാഗർഹോള, ബന്ദിപ്പൂർ, മുതുമല, വയനാട് വൈൽഡ് ലൈഫ് സാങ്ച്വറി ഒരു ബയോസ്ഫിയറാണ്. സ്വാഭാവികമായി ഒരു കോർഡിനേഷൻ ഉണ്ടാകണം. ഈ കോർഡിനേഷന് നേതൃത്വം കൊടുക്കാം എന്ന് ഗവൺമെന്റ് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ കൂടെ തന്നെ 2 സംസ്ഥാനങ്ങളിലെ വനം മന്ത്രിമാരോടും മുഖ്യമന്ത്രിമാരോടും ഈ കാര്യം ഗൗരവത്തോടു കൂടി ശ്രീ രാഹുൽ ഗാന്ധി ബന്ധപ്പെട്ട് കാര്യങ്ങൾ മുന്നോട്ട് നീക്കുകയാണ്. ബെറ്റർ കോർഡിനേഷന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും ശ്രീ രാഹുൽ ഗാന്ധി നേതൃത്വം കൊടുക്കുന്നു. ഇന്നലെ ശ്രീ രാഹുൽ ഗാന്ധി കേരള മുഖ്യമന്ത്രിയുമായി അവിടെ വെച്ച് ബന്ധപ്പെട്ടു. അദ്ദേഹം അപ്പോ കുട്ടികളുമായിട്ടുള്ള സംവാദത്തിലായിരുന്നു. അതിനുശേഷം മുഖ്യമന്ത്രി എന്നെ കോണ്ടാക്ട് ചെയ്തിരുന്നു. രാഹുൽ ഗാന്ധി അദ്ദേഹത്തെ ഉടനെ കോണ്ടാക്ട് ചെയ്യും. അതുകൊണ്ട് ബെറ്റർ ആയിട്ടുള്ള കാര്യം വയനാട്ടിലേക്ക് വേണം എന്നുള്ള കാര്യത്തിൽ മുഖ്യമന്ത്രിയെ അപ്രൈസ് ചെയ്യാനുള്ളതായിരിക്കുന്ന കാര്യങ്ങളും രാഹുൽ ഗാന്ധി നേതൃത്വം കൊടുക്കുകയാണ്. ഭാരത് ജോഡോ ദേശീയ തലത്തിലെ യാത്ര നിർത്തിവെച്ച് വയനാട്ടിലേക്ക് വന്ന് ജനങ്ങളെ ചേർത്ത് നിർത്താൻ നേതൃത്വം കൊടുത്ത രാഹുൽ ഗാന്ധിയോടുള്ള നന്ദിയും ഈ സമയത്ത് പറയുന്നു. അദ്ദേഹം പറഞ്ഞത് ഇതെന്റെ ഉത്തരവാദിത്തമാണ്, ആ നിർവഹണം ഞാൻ നടത്തുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളോട് പങ്കുവയ്ക്കാൻ. പോലീസ് അതിന്റെ നടപടികൾ സ്വീകരിക്കട്ടെ. പോലീസ് അതിന്റെ സംരക്ഷണം ഒരുക്കണം. പോലീസ് അതിന്റെ ബുദ്ധിമുട്ടുകളില്ലാതെ അവർക്ക് പോകാനുള്ള സൗകര്യം ഒരുക്കും പോലീസ് എന്നുള്ളതാണ് കരുതുന്നത്. ഒരു രീതിയിലുള്ള അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകുന്നത് വയനാടിന് ക്ഷീണമാണ്. ഒരു അനിഷ്ട സംഭവങ്ങളും ഇല്ല. ഇപ്പോൾ വയനാട് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട മേഖല ടൂറിസമാണ്. ഈ വന്യമൃഗ ആക്രമണങ്ങൾ ആ ടൂറിസം സെക്ടറിനെയും ഗുരുതരമായി ബാധിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ആ കാര്യത്തിലുള്ള നടപടി സർക്കാർ സ്വീകരിക്കുമെന്നാണ് പ്രതീക്ഷ. നാളെ കാലത്ത് 9 മണി മുതൽ 24 മണിക്കൂർ രാപ്പകൽ പ്രക്ഷോഭം UDF നേതൃത്വത്തിൽ വയനാട്ടിൽ നടക്കുക. നാളെ കാലത്ത് 9 മണിക്ക് 2 MLA-മാരും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള പഞ്ചായത്ത് പ്രസിഡന്റുമാർ ഉൾപ്പെടെയുള്ള മെമ്പർമാർ ഉൾപ്പെടെയുള്ള മുഴുവൻ ജനപ്രതിനിധികൾ നാളെ കാലത്ത് 9 മണി മുതൽ 21-ാം തീയതി കാലത്ത് 9 മണി വരെ വയനാട് കലക്ടറേറ്റ് പടിക്കൽ 24 മണിക്കൂർ രാപ്പകൽ പ്രക്ഷോഭത്തിന് നേതൃത്വം കൊടുക്കുക. ബഹുമാന്യനായ
ശ്രീ കെ മുരളീധരൻ MP, ശ്രീ രമേശ് ചെന്നിത്തല മുൻ KPCC പ്രസിഡന്റ്, പ്രിയപ്പെട്ട ശ്രീ അബ്ദുറഹിമാൻ രണ്ടത്താണി തുടങ്ങി രാഷ്ട്രീയ മത സാമുദായിക മേഖലകളിലെ പ്രമുഖരും പ്രഗത്ഭരുമായ ആളുകൾ ആ പ്രക്ഷോഭത്തെ അഭിസംബോധന ചെയ്യും.